എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് ലാസ്റ്റായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ബാച്ചലർ പാർട്ടിയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജിത്തു പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫുഡൊക്കെ ഞാൻ പെട്ടെന്ന് എടുത്ത് കൊടുക്കണം. അവന് ജോലിക്ക് പോകണം. തലേദിവസം രാത്രി വന്നിട്ട് പിറ്റേന്നാണ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പുട്ടും ചിക്കൻ കറിയും കൂടി അവന് കൊടുക്കുക. പിന്നെ പഴം വേണമെന്നുണ്ടെങ്കിൽ പഴമുണ്ട്. അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഇത് വെഡ്ഡിങ്ങിൻ്റെ വീഡിയോയും ഫോട്ടോയും കാണാനാണെന്ന് എനിക്കറിയാം. അതൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാലേ എനിക്ക് കാണിക്കാൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ജിത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 8 മണിക്ക് മുമ്പായിട്ട് ഞാനൊരു കപ്പിൾ ഷൂട്ട് ചെയ്തൊരു അത് മാത്രം അവർ മാത്രമേ ഉള്ളൂ, നമ്മളാരും ആ വീഡിയോയിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടി ആദ്യം തന്നെ അവർ നമ്മൾക്ക് തരും. വെഡ്ഡിങ് കഴിയണ അന്ന് തന്നെ നമ്മൾക്ക് പിറ്റേ ദിവസം രാവിലെ തരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്നാണ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നത് രാവിലെ. നമ്മളുടെ ഫോട്ടോകളും അവരുടെ ഫോട്ടോകളും ബാക്കിയുള്ള വീഡിയോകളും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മനസ്സമ്മതത്തിൻ്റെ വീഡിയോ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കും. പിന്നെ ഞാനായിട്ടൊരു വീഡിയോയും എടുത്തിട്ടില്ല. നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഞാനൊരു ചെക്കൻ്റെ അമ്മയാണ്. ചെക്കൻ്റെ സഹോദരൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ആരും ഒന്നും ശ്രദ്ധിക്കില്ല. അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ അമ്മ തന്നെ നിന്ന് വീഡിയോ എടുക്കുന്നത് എത്ര മോശമാണെന്ന് നിങ്ങൾക്കറിയാം. അതുമല്ല നമുക്കതിനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോൺ ഈ ഒരു സമയങ്ങളിലെല്ലാം മാറ്റി വെച്ചിരുന്നു. നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്തും തലേദിവസത്തെ പരിപാടിയുടെ സമയത്തും എല്ലാം മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള വീഡിയോകൾ ഒന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വ്യാഴം വെള്ളി ശനി 3 ദിവസത്തെ വീഡിയോ ചേർത്തിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം നമ്മൾ കുറച്ചായിട്ടാണ് എന്തെങ്കിലും നിങ്ങളെ കാണിക്കണമല്ല, വീഡിയോ ഇടണമല്ല എന്ന് വിചാരിച്ച് മാത്രം ഞാൻ എടുക്കുന്നതാണ്. നിങ്ങളെപ്പോഴും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ ചേച്ചി വിശേഷങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ നമ്മളുടെ വീട്ടിലുള്ളതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അത് കാണുകയും എൻ്റെ സംസാരം കേൾക്കുകയും വിശേഷങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വ്യാഴാഴ്ചയാണ്. ബുധനാഴ്ച ബാച്ചലർ പാർട്ടിക്കൊക്കെ പോയി രാത്രി വന്ന് പിറ്റേന്നാണ് ജിത്ത് ജോലിക്ക് പോയത്. അപ്പോൾ ജിത്ത് പോകുന്നതിന് മുമ്പ് എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ മീൻ ഒക്കെ വെട്ടിയിട്ട് കറി ഇത് അയില കറിയാണ് വെക്കാനുള്ളത്. പക്ഷേ ഇവിടെ വേറെ കറികളുള്ളതുകൊണ്ട് മീൻ വറുക്കുക. അപ്പോൾ ചാള മാത്രം എടുത്ത് വറുത്തിട്ട് അയില 2 ഭാഗമായിട്ട് ഫ്രിഡ്ജിലോട്ടും വെച്ചേട്ടാ, ഫ്രീസറിലോട്ട് വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഇത്തിരി ചെറുപയറാക്കാം. പിന്നെ ചിക്കൻ കറിയുടെ ബാക്കി ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റിച്ചാനാണെങ്കിൽ ഇന്ന് ഈ ഫ്രൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും മറ്റേ ചിക്കൻ കറി അവൻ കഴിക്കില്ല. തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ചേക്കണ ചിക്കൻ കറി അവന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതും അവനും വറുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ചെറുപയറും കൂടി താളിച്ചാണ് വ്യാഴാഴ്ച നമ്മളുടെ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, കല്യാണത്തിന് മുൻപ് തന്നെ ഒരുപാട് പേര് കല്യാണത്തിന് മഴയൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ കല്യാണം എല്ലാം സന്തോഷമായി നടക്കണം എന്നുള്ള പ്രാർത്ഥന ഒരുപാട് ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഒരുപാട് ആളുകൾ അതിൻ്റെ കമൻസ് ഇട്ടിട്ടുണ്ട്. കമൻസ് ഇടാതെ വീട്ടിലിരുന്നിട്ട് ഞങ്ങളെ ഓർത്തിട്ട് എല്ലാ ഭംഗിയായി നടക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. കമൻസ് ഇട്ടിട്ട് ആ പ്രാർത്ഥനകൾ അറിയിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി. അതിന് നന്ദി പറയാൻ പറ്റൂല. കാരണം അത്രയ്ക്കധികം ആ ഒരു കടപ്പാടുണ്ടാവുക. ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾക്ക് ചിന്തിക്കാം എത്രമാത്രം സ്നേഹം ആത്മാർത്ഥതയും നമ്മളോട് ഉള്ളതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞത്. കാരണം നമുക്കൊരു ഇത്തിരി പണം കൊടുത്ത് സഹായിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ കൊടുത്ത് സഹായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ആത്മാർത്ഥതയുടെ അങ്ങേ അറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾക്കാണെങ്കിലില്ലേ തുണി ഉണങ്ങാതെ ഇങ്ങനെ കൂടി കുന്നുകൂടി കിടക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡുകളൊക്കെ എടുത്ത് ഇത് തുണി ഡ്രൈ ചെയ്യണം അതുകൊണ്ടല്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട്
പുറത്ത് കൊണ്ടുപോയി വെച്ച് അങ്ങനെ തുണികളൊക്കെ ഒരുവിധം ഉണക്കി എടുത്തേട്ടാ. അപ്പോൾ ആ ഒരു വെയിലടിക്കുകയും ചെയ്യും, മഴ പെയ്താലും മഴ കൊള്ളുകയില്ല, വെയിൽ വന്നാൽ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഉണക്കിയെടുത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ ആകെപ്പാടെ വട്ട് പിടിച്ചാണ് വീട്ടിൽ നടക്കുന്നത്, ഈ തുണികൾ കുന്നുകൂടിയേക്കുന്നതുകൊണ്ട്. നല്ല മഴയുള്ള സമയത്ത് പുറത്തുള്ള തുണികൾ ഇങ്ങനെ ഒരു മഴ കൊണ്ടില്ലെങ്കിൽ പോലും അത് ഒരു നനഞ്ഞ പോലെ കിടക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ ഉണക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് പണിയാണ് നമ്മൾക്ക്, ഇങ്ങനെ ഓടി നടന്ന് അങ്ങനെ ഒരുപാട് പണിയാണ്. അപ്പം നമ്മുടെ റിച്ചാർഡിന് ഇന്നിപ്പോൾ മമ്മി നമുക്കൊരു മോമോ പാർട്ടി വെക്കാമെന്നും പറഞ്ഞ് അവന് മോമോ പാർട്ടി വെച്ചേക്കണാണ് ഈ കാണുന്നത്. കാരണം അവൻ ബാച്ചിലറായിട്ടിരിക്കുന്ന സമയത്തുള്ള ലാസ്റ്റ് മോമോ പാർട്ടിയാണെന്ന് പറഞ്ഞാണ് ഈ മോമോസൊക്കെ മേടിച്ചേക്കണം. അപ്പോൾ അപ്പക്ക് വെജിറ്റബിൾ മോമോയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കെല്ലാം ചിക്കൻ്റെ തന്നെയൊക്കെയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ല, ഇവൻ നിർബന്ധിച്ച് കൊടുക്കണേ കേട്ടോ ഇത്. പിന്നെ കൊടുക്കുമ്പോൾ കഴിക്കണ്ടേ, ഇനി കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് മാത്രം പപ്പ കഴിക്കണം. പപ്പയ്ക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ല. പപ്പയ്ക്ക് ശരിക്കും ഇത് ഇങ്ങനെ നമ്മൾ മോമോസ് മേടിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഫ്രൈസാണ് സാധാരണ മേടിച്ച് കൊടുക്കണത്. പപ്പയ്ക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് അവൻ പറഞ്ഞ് പപ്പയ്ക്ക് വെജിറ്റബിൾ വെച്ചിട്ടുള്ളത് മേടിക്കാം, അത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുത്തേക്കണതാണ് കേട്ടോ. പിന്നെ റോജറിനെ വിളിച്ച് വരുത്തി കുറച്ച് പെപ്സിയും അതും ഇതൊക്കെ മേടിച്ച് അങ്ങനെ അവിടെ ഇരുന്നിട്ട് റൂബിനെയും ഇരുത്തണം, അതാണ് അവൻ്റെ സന്തോഷം. റൂബി പിന്നെ അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവൾക്ക് ഇതൊന്നും വേണ്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവൾക്കൊരു ചെറുക്കി കൊണ്ടുവന്ന് കൊടുക്കുക, അപ്പോൾ അവളും ആ കൂട്ടത്തിലിരുന്ന് കഴിക്കട്ടെ, ഇതൊന്നും അവൾക്ക് വേണ്ട. അപ്പോൾ അവൾ ഇതിങ്ങനെ നോക്കിയിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഇത്തിരി എടുത്ത് കൊടുത്ത് നോക്കിയതാണ്, പക്ഷേ ആൾക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ വേഗം അവൻ്റെ ചെറുക്കി എടുത്തുകൊണ്ട് വന്നേക്കണേ കേട്ടോ. അപ്പം നമ്മൾ മാത്രമായിട്ടുള്ള ഒരു മോമോ പാർട്ടി ഇത് ലാസ്റ്റത്തെയാണ്. ഇനിയത്തിൽ നമ്മളുടെ സാറ്റിനെയും കൂടി ഉണ്ടാകും എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് തീർത്ത്, ഇന്നിപ്പോൾ വ്യാഴാഴ്ചത്തെ ആയിരുന്നല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് അത്യാവശ്യം പോകേണ്ടിയിരുന്നു. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ കല്യാണം വിളിക്കാൻ ചെല്ലുമ്പോൾ ആളുണ്ടാവില്ല. അപ്പോൾ ഇന്നൊന്നുകൂടി ചെന്ന് നോക്കാമെന്നും പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ രാവിലെ. പോകാം പൊന്നോ, കുഞ്ഞേ പോകാം കുഞ്ഞാ. പക്ഷെ എവിടെ പോകാൻ പോണ്? കുഞ്ഞെവിടെ പോണ്? ഓ പെർഫ്യൂമിൻ്റെ സ്മെല്ലാണല്ലേ വന്നത്, എന്തോ സ്വീറ്റ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇല്ലേ റൂബി കുഞ്ഞിന് ഭയങ്കര സങ്കടം. അവൾ പോയി ബെൽറ്റൊക്കെ തപ്പാൻ തുടങ്ങി. അത് കണ്ട് കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് നമുക്ക് കൂടെ കൊണ്ടുപോകാം, അടുത്തൊക്കെ തന്നെയല്ലേ, കുഴപ്പമില്ല മമ്മി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവളെ കൊണ്ടുപോയി അവളെ ഒന്ന് സന്തോഷിപ്പിച്ച്. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും ആ ചേച്ചി ഉണ്ടാകുന്നില്ല. പിന്നെ അവിടെ ഏതായാലും കാർഡൊക്കെ അവിടെ തന്നെ വെച്ച് പിന്നെ അടുത്ത വീട്ടിൽ പറഞ്ഞ് ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരോടും പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പിന്നെ റൂബി കുഞ്ഞിനെ കൊണ്ടുവന്ന് കറങ്ങി ഫോർട്ട് കൊച്ചി മുഴുവനൊന്ന് കറങ്ങിയിട്ടൊക്കെയാണ് തിരിച്ച് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവം അത് കേൾക്കും. അതാണല്ലോ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പള്ളിയിലൊക്കെ ചെല്ലുന്നത്, അപ്പോൾ കൂട്ടത്തോടെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെയും നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ അന്നത്തെ ദിവസം കല്യാണം നടന്നിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അന്ന് മിഥുനം 1 15-ാം തീയതി ജൂൺ. ഇടിവെട്ടി മഴ പെയ്യുടെ ദിവസമാണ്. എങ്കിൽ കൂടി മഴ കൊണ്ട് നമുക്കൊരു ശല്യം ഉണ്ടായില്ല, നേരെ മറിച്ച് ചൂട് കൊണ്ട് വേർത്തൊഴുകുകയാണ് ചെയ്തത്. അത്രയും വെയിലും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ വിവാഹമൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് കല്യാണപ്രായമായതിനു ശേഷം ഓരോ കല്യാണങ്ങളൊക്കെ മറ്റുള്ളവരുടെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകുമല്ലോ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ നടത്തിയെടുക്കണമെങ്കിൽ എത്ര വലിയ പണിയാണല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഈ കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഭംഗിയായി വരിക. അതുപോലെ തന്നെ പറ്റിയ പങ്കാളികളെ കിട്ടുക, അത് ഏറ്റവും വലിയ ടഫായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ആ പേടി, ആ ഒരു ചിന്തകൾ ഇതെല്ലാം തീർന്നൊരു ദിവസമായിരുന്നു എന്ന് പറയാം. ഞാനും ഇങ്ങനെ അതിശയത്തോടു കൂടിയാണ് മോൻ്റെ കല്യാണം ഞാനും കണ്ടത് കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ കല്യാണം കൂടാൻ പോകുമ്പോഴേണ്ട ആ ഒരു ആശങ്കകൾ അതെല്ലാം തീർന്നൊരു ദിവസം. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഏതായാലും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇല്ലേ ഞങ്ങൾ ആ ചേച്ചിനെ വിളിച്ചിട്ട് വന്നില്ലേ, അപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന ഉടുപ്പ് ഇട്ടിട്ട് തന്നെയാണ് ആ ചേച്ചിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത തന്നെ ആയതുകൊണ്ട്
അങ്ങനെ വേർത്ത് കുളിച്ചാണ് ഞാൻ വന്നതുകൊണ്ട് വേഗം പോയിട്ട് കുളിച്ചൊന്ന് ഡ്രസ്സ് മാറി നിന്ന സമയത്ത് റിച്ചാർഡും റോജറും കൂടി വന്നിട്ട് പറഞ്ഞ് മമ്മി ഇവന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം മണി 12 കേട്ടാ. മമ്മി ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് വന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടി പോയി എടുത്തുകൂടി. എന്നിട്ട് രണ്ടുപേരും സമ്മതിക്കൂല, മമ്മി വന്നേ തരുള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കറികളോ ഒന്നും തന്നെ ഇല്ല, ഇത് ശനിയാഴ്ചത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കറി വെക്കണ്ടേ, പപ്പയ്ക്ക് ഇങ്ങനെ പുറത്തുനിന്ന് മേടിക്കണത് ഇഷ്ടമല്ല. അപ്പോൾ അവൻ പറഞ്ഞു സാരമില്ല, ഈ സമയത്ത് ഇത്തിരി സഹിക്കട്ടെ, നമുക്ക് പോയിട്ട് ഡ്രസ്സ് എടുക്കാം. റിച്ചാറിന് അങ്ങനെയാണ്, ഞാൻ കൂടെ പോകണം. റോജറിന് പിന്നെ ഒറ്റക്കും പോയി അവൻ നല്ല നല്ല ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ അറിയാം, റിച്ചാറിന് അത് അറിയാൻ പാടില്ല. ഇത് മമ്മി വരാതിരിക്കരുത്, ഒന്നേ ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. ആ ഉടുപ്പ് തന്നിട്ട് ഇനി എനിക്ക് വയ്യ വേറെ ഉടുപ്പ് മാറാമെന്ന് പറഞ്ഞിട്ട് ആ ഉടുപ്പ് തന്നിട്ടിട്ട് ഞാൻ വന്ന്. ഇതൊക്കെ നമ്മളുടെ അടുത്തുള്ള കടകളൊക്കെ തന്നെ. അങ്ങനെ മാക്സിലാണോ ആദ്യം ടിക്കാത്തലുള്ളിൽ പോകണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങോട്ടൊന്നും ഞാൻ വരില്ല, ഒത്തിരി നേരം പോകും, നമുക്ക് വീട്ടിൽ കുറേ ജോലികളുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാക്സിൽ തോമ്പടി തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കടയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ചോറ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഏതായാലും ഇവിടെ നിന്ന് കഴിക്കണമെന്നും പറഞ്ഞിട്ട് ഇവർ KFC കയറി ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചതാ. വീട്ടിൽ നിന്ന് ഫോൺ വന്ന് പപ്പട വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നും പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് പോലും നോക്കാതെ പെട്ടെന്ന് എടുത്ത് കഴിച്ച് തീർത്തതിന് ശേഷം വേഗം ഓടി വീട്ടിൽ ചെന്നിട്ടാ. അപ്പോൾ പപ്പക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വേറെ കറികളൊന്നുമില്ല, ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പം നമ്മൾ വെള്ളിയാഴ്ച പാചകമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വ്യാഴാഴ്ചത്തെ പാചകത്തിൽ കൂടി തന്നെ വെള്ളിയാഴ്ചയും തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് കറിയൊന്നും ഉണ്ടാകാതെ ആയിപ്പോയത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടാകണം. അപ്പോൾ ബാക്കി മുഴുവൻ വെള്ളിയാഴ്ച കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പപ്പക്കൊരു ബീഫ് കറി ഇവിടെ നിന്നിട്ട് റിച്ചാർഡ് ഓർഡർ ചെയ്ത് അവിടെ വരുത്തിയിട്ടുണ്ട് പപ്പയുടെ അടുത്ത്. പക്ഷേ ഞാൻ ചെന്നിട്ട് കൊടുത്താലേ പപ്പ കഴിക്കുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ സ്നേഹത വന്നിട്ടുണ്ട്. അവൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ ഇത് ട്രിപ്പിട്ട് കിടന്ന് അവിടെ നിന്നാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് കേട്ടോ. അവൾ ആകെ ടയേർഡായിട്ട് ഇരിക്കുന്നത്. സ്നേഹയുടെ മമ്മി റാണി ചേച്ചിയാണ് കേട്ടോ അത്. അപ്പോൾ റാണി ചേച്ചി ആണെങ്കിൽ വീട്ടിൽ നിന്ന പോലെ തന്നെ ഏതോ ഒരു ഷോൾ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഓടി പോകുന്നതാണ് കേട്ടോ. പിന്നെ അവർ പോയതിന് ശേഷം അടുത്ത ഗസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആൻറ്റി, അതായത് പപ്പയുടെ അമ്മാവൻ്റെ ഭാര്യ. അപ്പം നമ്മൾ 10ാമത്തെ ആണ്ട് ഒക്കെ ആഘോഷിക്കാൻ പോയില്ലേ. പിന്നെ ഈ ആൻറ്റി റിട്ടയർഡ് ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അവധി ആഘോഷിക്കാനൊക്കെ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവർ. അപ്പോൾ റോഷനും ഷീലും അവരുടെ ഇളയ മോനാണ്, മൂത്ത മോനുണ്ട്, അവൻ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എല്ലാവരും കൂടി വന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഗിൽഡ് എനിക്ക് ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഗിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ തന്നെ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഗിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പറയണം. അപ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളുടെ വാഷിംഗ് മെഷീൻ ഈ ഒരു സമയത്ത് കേടായി. വാഷിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഭയങ്കര ശബ്ദങ്ങളാണ്. വാഷിംഗ് മെഷീൻ ഇങ്ങനെ ചാടുന്നൊന്നുമില്ല, അനങ്ങണില്ല, പക്ഷെ ഭയങ്കര ശബ്ദമാണ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ടെക്നീഷ്യനെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 14,000 രൂപയാണ് റിപ്പയറിന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും പുതിയ വാഷിംഗ് മെഷീൻ മേടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ. അപ്പോൾ ഇന്നാണ് ടെക്നീഷ്യൻ വൈകുന്നേരം വന്നത് കേട്ടോ, സന്ധ്യ നേരത്താണ് വന്നത്. അപ്പോഴാണ് ഈ വാഷിംഗ് മെഷീന് 14,000 രൂപയെന്ന് പറഞ്ഞാൽ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിലേ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഹെയർ ഡൈ ചെയ്യാൻ നേരം കിട്ടിയിട്ടുണ്ടല്ലേ. ഇന്ന് ഞാനിപ്പോൾ ഏതായാലും രാത്രി ഹെയർ ഡൈ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും പോയതിന് ശേഷം വേഗം ഡൈ ചെയ്യാൻ ഇട്ടപ്പോഴാണ് റിച്ചാർഡ് പറഞ്ഞത്, മമ്മി നമുക്ക് ഇന്ന് വാഷിംഗ് മെഷീൻ പോയി നോക്കിയാൽ നാളെ കാലത്തെ വാഷിംഗ് മെഷീൻ എത്തും, പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും പെട്ടെന്നൊക്കെ ആളുകൾ വരും എന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് പോകുന്നതാണ്. ഞാൻ എൻ്റെ ഹെയർ ഡൈ പിടിക്കുന്നതിന് മുൻപ് തന്നെ കഴുകി കളയേണ്ടി വന്നു. റിച്ചാർഡ് അങ്ങനെയൊക്കെയാണ്, റിച്ചാർഡിന് ഞാൻ കൂടെ പോകണം എന്ത് കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഹെയർ ഡൈ കഴുകി കളഞ്ഞ് ടൈം ആകുന്നതിന് മുമ്പ്. എൻ്റെ നരച്ച മുടിയിലൊന്നും കാര്യമായിട്ടത് പിടിച്ചതുമില്ല. എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ കഴുകി കളഞ്ഞ് അടുത്ത ഉടുപ്പ് കൊടുത്തിട്ടിട്ട് ഇറങ്ങിയേക്കാനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സമയം കണ്ടല്ല, 9:30 വരെ കട തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയുള്ള തോമ്പടിയിലുള്ള കടയിലേക്കാണ് പോണത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കട പൂട്ടിപ്പോയി. അങ്ങനെ നമ്മൾ പോയ അതേ ഓട്ടോയിൽ, ഇത് ഊബർ ഓട്ടോയാണ് എങ്കിൽ തന്നെയും അവർ അവിടെ വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്ത് പിന്നെ രണ്ടാമത് നമ്മൾ ബുക്ക് ചെയ്ത് തിരിച്ച് അതിൽ തന്നെ കൊണ്ടുവന്ന് ആ പുള്ളി ആക്കി തന്നു കേട്ടോ. അങ്ങനെ ഇന്ന് പോയി തിരിച്ച് വന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ആ കാര്യം നടന്നില്ല. കാരണം അവൻ പറഞ്ഞത് ഇനി പിറ്റേ ദിവസമൊക്കെ നമുക്ക് തിരക്കല്ലേ മമ്മി, സൺഡേ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇന്ന് തന്നെ ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. കാര്യം നടന്നില്ല. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ദിവസവും ഞായറാഴ്ചയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ചൊവ്വാഴ്ചയിലേ നമുക്ക് പോയി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ദിവസം ഈ അലക്കണത് എന്ത് ചെയ്യും എന്നൊക്കെയാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ തിരിച്ച് അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് റോജർ ഇവിടെ ഉണ്ടായില്ല. റോജർ ഓടാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ ഞങ്ങളെ വിളിച്ച്, നിങ്ങളിത് അവൻ വീട്ടിൽ വന്ന് ഇതും കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും
കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്, എവിടെ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങളില്ല. അപ്പോൾ പപ്പയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പപ്പ പറഞ്ഞത് അങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്താണ് ഈ സമയത്ത് പോയതെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും വേഗം അവൻ ഇതൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടാണ്. അപ്പോൾ റൂബിക്ക് വേണം ഇത്തിരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്തിരി കൊടുത്തിട്ട് അവൾ കഴിച്ചൊന്നുമില്ല കേട്ടോ. അവളിങ്ങനെ നോക്കിയിരിക്കലേ ഉള്ളു, അങ്ങനെ അതൊന്നും അധികം കഴിക്കില്ല. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ സ്നേഹ കൊണ്ടുവന്ന ആ വാച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ ചാർജിൽ കുത്തിയിട്ടേക്കണമായിരുന്നു. അത് ഫുള്ള് ചാർജ് ആകണമായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ, അതൊരു പ്രത്യേകതയൊക്കെ ഉള്ളൊരു വാച്ചാണ് കേട്ടോ. റിച്ചാണ്ടിന് ആ ടൈപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാറിൻ്റെ ഇതാണ്, അങ്ങനെയാണ് മെയിൻ ഇതാണ് എൻ്റെ വാൾപേപ്പർ വീല്. ഓക്കെ. അപ്പം അങ്ങനെ ആ കാറൊക്കെ ചാടി വരണ പോലത്തെയൊക്കെ ഒരു ശബ്ദം അതൊക്കെയാണ് കണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പോഴായിട്ട് ഈ മേടിക്കുന്നതൊന്നും തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. കുറേ അധികം സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും കാണിക്കാനും പറ്റുന്നില്ല. അതൊക്കെ നമ്മുടെ റയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും വിടർത്തിയൊക്കെ കാണിച്ചു തരും. ഇപ്പം ഞാൻ തന്നെ നോക്കിയാണ് എന്തൊക്കെയാണ് ഇവർ മേടിച്ചേക്കണത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ നോക്കി കുറേ സാധനങ്ങളൊക്കെ അതിൽ ഏതൊക്കെ എടുത്തതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇവിടെ വന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവന് ട്രാക്സ്, അതായത് വീട്ടിലിടുന്ന 2 പാൻറ്റ്, നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കറക്റ്റ് ഫിറ്റിങ്, 1-2 കറക്റ്റ് ഫിറ്റിംഗ് ഉള്ളത് എടുക്കടാന്നൊക്കെ പറഞ്ഞ് റോജർ നിർബന്ധപൂർവ്വം റിച്ചാണ്ടിനെ കൊണ്ട് എടുപ്പിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഫോർമൽ പാൻസ് 2 എടുത്ത്, ഷർട്ട് നോക്കിയിട്ട് അവന് ഒന്നും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഷർട്ട് എടുത്തില്ല. ടീഷർട്ടുകളൊക്കെ എടുത്ത് 2 ജോഡി വീട്ടിലിടാനുള്ളത് കൊടുത്തു. വീട്ടിലിടാനുള്ളതാണെന്നുണ്ടെങ്കിലും അതിന് വിലയുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ തന്നെയാണ് എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത്, അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തന്നെ തീർത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ റോജർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇവനിത് സ്റ്റൈൽ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റോജറിന് ഒരുപാട് സ്റ്റൈലുകളൊക്കെ അറിയാം. ഒന്നാമത് ബാംഗ്ലൂരിലല്ലേ, അപ്പോൾ എന്തൊക്കെയോ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റൈല് അറിയാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ ആ ഒരു പുതിയ ഫാഷൻ ട്രെൻഡ് ഇതൊക്കെ അറിയണമെങ്കിൽ അങ്ങനത്തെ സിനിമകൾ കാണണം, ഏതൊക്കെയോ സിനിമ. അപ്പോൾ അതൊക്കെ അവൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീഷർട്ടൊക്കെ റോജർ നിർബന്ധപൂർവ്വം മേടിപ്പിച്ചു തന്നിട്ട് ഇത് ഫോർമൽ പാൻറ്റിൻ്റെ കൂടെ ഇൻ ചെയ്ത് ഇടണം മമ്മി, അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് അവൻ ഫോണിൽ അതിൻ്റെ വെച്ചിട്ടൊക്കെ റിച്ചാണ്ടിനെ വെച്ചിട്ടൊക്കെ കാണിച്ചു തന്നാണ്. നല്ല ഭംഗിയാണ്, അങ്ങനെയൊക്കെ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വീഡിയോ. പിന്നെ ഇത് സൺഡേത്തെ വീഡിയോ ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സൺഡേ വൈകുന്നേരം ചേച്ചിയൊക്കെ വന്നതാണ്. അവരെ കുറേ വിളിച്ചിട്ടാണ് അവർ വന്നത്. കാരണം അവർക്ക് അവിടെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങളെയൊക്കെ പട്ടിണിയാവൂലേ എന്നുള്ളൊരു ടെൻഷനിൽ ചേച്ചിക്ക് വലിയ വിഷമമായിരുന്നു വരാൻ വേണ്ടിയിട്ട്. എങ്കിൽ തന്നെയും അങ്ങനെ നിർബന്ധപൂർവ്വം വിളിച്ച് വരുത്തിയതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ റോജർ വൈകുന്നേരത്തെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ രാവിലെയാണ് പോയിട്ടുള്ളത്, കാരണം നമുക്ക് വിളിച്ചുകൊല്ലലുണ്ടല്ലോ ആദ്യത്തെ കുർബാനക്ക്, അപ്പോൾ അതിനാണ്. അപ്പോൾ റോജറിന് രാവിലെ എഴുന്നേറ്റില്ല, അതുകൊണ്ട് അവൻ ഈ സമയത്താണ് പോയത് കേട്ടോ. പിന്നെ ആ സമയത്ത് തന്നെ എൻ്റെ ബ്രദറും വൈഫും മോളും കുഞ്ഞുമൊക്കെ കൂടി അവരും വന്ന് അങ്ങനെ എല്ലാവരും കൂടി കുറേ അധികം നേരം സംസാരിച്ചിരുന്ന്. അതിനുശേഷം പിന്നെ വന്നത് എൻ്റെ ഫ്രണ്ട് ശ്രീദേവിയുടെ മോളും മരുമോനും കുഞ്ഞും ശ്രീദേവിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീദേവിനെ നിങ്ങൾക്കെല്ലാം അറിയാം, പല വ്ളോഗിലും ശ്രീദേവി വന്നിട്ടുള്ള. അപ്പോൾ അങ്ങനെ അവർ വന്നപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയായിട്ടുണ്ട്. നമ്മളുടെ വീട് ലൈറ്റൊക്കെ ഇട്ട് കല്യാണ വീടായിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് കറികളും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ആളുകൾ വരുമെന്ന് നമുക്കറിയാം, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും തന്നെ വന്ന് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് തന്നെയാണ് വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്നിരുന്ന്, കാരണം മോൾക്കും മോനും ജോലിയുള്ളതുകൊണ്ട് കല്യാണ ദിവസം വരാൻ പറ്റില്ല. അപ്പോൾ അവരെയും കൊണ്ട് തലേദിവസമാണ് വന്നത് കേട്ടോ. ശ്രീദേവി മാത്രമേ കല്യാണത്തിന് വരുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും ലീവില്ലാത്തതുകൊണ്ട് ഇവരാരും വരില്ല. കുഞ്ഞിനാണെങ്കിൽ സ്കൂളിൽ പോകണം, അപ്പോൾ അതും കൂടി മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തലേന്ന് തന്നെ വന്നത് കേട്ടോ. അപ്പം അങ്ങനെ ശ്രീദേവി എല്ലാവരും വന്ന് അവർക്കും ഫുഡ് ഞാനവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത റൂണയും
ആവറിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ കൂടിയും പിന്നെ അങ്ങനെ ഇരുന്ന് കുറേ അധികം നേരം സംസാരിച്ച് അവർക്കൊക്കെ നിർബന്ധപൂർവ്വം ഫുഡ് കൊടുത്തിട്ടാണ് വിട്ടത്. കാരണം അവർ വീട്ടിൽ ഫുഡൊക്കെ ആക്കിയിട്ടാണ് വന്നേക്കണത്. വേണ്ടാന്ന് കുറേ പറഞ്ഞെങ്കിലും നിർബന്ധപൂർവ്വം ഒരു പേരിന് ഒരു കുറച്ചവർ കഴിച്ച് അങ്ങനെയൊക്കെ ഒത്തിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പോയിട്ടുണ്ടാകുന്നത് കേട്ടോ. പിന്നെയും നമുക്ക് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണിക്കാൻ അവരെ കാണിച്ച കുഴപ്പമില്ലാത്ത ഗസ്റ്റുകളെ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടാകുന്നത് കേട്ടോ. അല്ലാത്തവരെയൊന്നും ഞാനിതിനകത്ത് കാണിച്ചിട്ടില്ല. അതെല്ലാവർക്കും കംഫർട്ടബിൾ അല്ലാത്ത ഒരു ഇതാണല്ലോ വീഡിയോയിൽ നമ്മളിങ്ങനെ ചാനലിലൂടെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാനകി കുഞ്ഞിനെ അവിടെ ജാനകി എന്നാണ് കേട്ടോ പേര്, പക്ഷേ അമ്മിണിന്ന് വിളിക്കും കുഞ്ഞിനെ സ്നേഹത്തോടെ. അപ്പം അങ്ങനെ കുഞ്ഞവിടെ ഫോണും പിടിച്ചിട്ട് ഇരുന്ന് കുഞ്ഞിന് പോകണം വീട്ടിലേക്ക്. അപ്പോൾ ഇവർക്ക് ഭക്ഷണവും കഴിക്കണമല്ലോ. അപ്പോൾ കുഞ്ഞിനെ തൽക്കാലം ഒതുക്കാൻ വേണ്ടി ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മോര് ചാറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങണേണ്. അപ്പോൾ നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞാണ് ശ്രീദേവി ഇറങ്ങണത്. ശ്രീദേവി മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിച്ചൊന്നുമില്ല. കുഞ്ഞിനെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഫുഡൊക്കെ വീട്ടിൽ കൊണ്ടിട്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ യാത്ര പറഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലാറ്റിൻ കാത്തലിക്കാണ്. ഞങ്ങൾ താലി മാലയിൽ തന്നെയാണ് ഇട്ട് കെട്ടുക. പക്ഷേ സിറിയൻ അവർ ചെയ്യുന്നത് 7 നൂല് വിരിപ്പാവ് സാരിയിൽ നിന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അത് പിരിച്ചുണ്ടാക്കുന്ന ഒരു മാലയിലാണ് താലി കോർക്കുക ആദ്യം. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പരിപാടിയില്ല. പക്ഷേ താലി കെട്ടലൊന്ന് പഠിപ്പിക്കണം ചെക്കനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് പിന്നീട് നടന്നത്. കെട്ടുപിടിക്കലല്ലേ? അയ്യോ അങ്ങനെയല്ല ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നെ. ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അങ്ങനെയാണ് എടാ കാണിച്ചു കൊടുക്കടാ. അങ്ങനെ അതായത് ഇവിടുന്ന്. അപ്പം ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനായി കൈ കൊണ്ടാണ് ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാല നമ്മൾ ഏതെങ്കിലും ഒരു മാല വെച്ചിട്ട് നമുക്ക് കെട്ടിപ്പടിക്കാം. അപ്പോൾ അതാണ് ഈ കാണിക്കണത്. ഒരു മാല വെച്ചിട്ട് കെട്ടിപ്പടിക്കണതാണ് ഈ കാണിക്കണത്. അപ്പോൾ റോജറാണ് പെണ്ണെന്നുള്ള രീതിക്ക് നിൽക്കണം. പെണ്ണ് മുട്ടുകുത്തി നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ജിത്തുവാണെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുത്തേ അത് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കൊളുത്തിൽ കോർത്തിട്ടാൽ മതി. പക്ഷേ സിറിയന് ഏറ്റവും ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രത്യേക കെട്ടുണ്ട്. ആ കെട്ട് നൂല് വെച്ച് കെട്ടി വെക്കണം. അത് ഭയങ്കര പണിയാണ് പഠിക്കാനായിട്ട്. ഇത് എളുപ്പമാണ്. എങ്കിൽ പോലും ഇത് കല്യാണം കഴിക്കുന്ന സമയത്ത് കെട്ടുന്ന സമയത്ത് കൈ വിറക്കോളാന്നാണ് ജിത്ത് പറയുന്നത്. അപ്പോൾ നിനക്ക് പെണ്ണിൻ്റെ ഷോൾഡർ തന്നെ സപ്പോർട്ടാക്കി വെച്ചിട്ട് നിനക്ക് കെട്ടാം, ഇത് താലി കെട്ടാമെന്നൊക്കെയാണ് ഇവ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ റിച്ചാർഡ് പിന്നെ അറിയാമല്ല, കുറേ കോമഡിയാണ് പറഞ്ഞത്. ഇതിങ്ങനെ കെട്ടിയാൽ പോരെ, അങ്ങനെ കെട്ടിയാൽ പോരെ. അപ്പോൾ ചേച്ചി അവിടെ തലക്കുകയും കൊടുത്തിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അങ്ങനെ ആ കോമഡിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ അടുത്തത് കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഇടാം. അല്ലാതെ വേറെ വീഡിയോകളൊന്നും ഞാൻ ഈ ദിവസങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക്